സേഫ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സേഫ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ജയസൂര്യ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ഇതെന്താണ് ഈ സേഫ് ബോക്സ് തട്ടിപ്പ്? ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യുന്നു മനസ്സിലാക്കുന്നു. അത് പുരോഗമിക്കുകയാണോ? എന്തൊക്കെ വിവരങ്ങളാണ് നൽകാനുള്ളത്? അമൃത, രണ്ടാം തവണയാണ് ഈ സേഫ് ബോക്സ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. 2 ദിവസം മുൻപ് 24-ാം തീയതി രാവിലെ മുതൽ വൈകിട്ട് വരെ ജയസൂര്യയെ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അന്ന് ജയസൂര്യയുടെ മൊഴി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വീണ്ടും ജയസൂര്യയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സേഫ് ബോക്സ് ഒരു ബിഡിംഗ് ആപ്പാണ്, ലേലം ഓപ്ഷൻസ് നടത്തുന്ന ആപ്പാണ്. കുറഞ്ഞ തുകയ്ക്ക് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ ലേലം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ആപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി തൃശൂർ വെസ്റ്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 43 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. അത് തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീമാണ് ഈ കേസിലെ മുഖ്യപ്രതി. അയാളായിരുന്നു ഈ സേഫ് ബോക്സിന്റെ ഉടമ. ഈ സ്വാതിക്കുമായി ജയസൂര്യക്ക് സാമ്പത്തിക ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ജയസൂര്യയായിരുന്നു ഈ സേഫ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചിരുന്നത്. ഈ കടയുടെ ഈ ഓൺലൈൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അടക്കം നിർവഹിച്ചതും ജയസൂര്യയായിരുന്നു. കൂടുതൽ സിനിമാ താരങ്ങൾക്ക് ഈ കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പല സിനിമാ താരങ്ങൾക്കും ഇത്തരത്തിൽ ഈ പരസ്യത്തിൽ അഭിനയിച്ചതിന് മറ്റും പണം നൽകിയിട്ടുണ്ട് എന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് ഈ കേസിൽ തൃശൂർ വെസ്റ്റ് പോലീസ് എടുത്ത കേസിൽ നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ചില പ്രതിനിധികളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ജയസൂര്യയെ ചോദ്യം ചെയ്ത് ജയസൂര്യക്ക് ഈ കമ്പനിയുമായി കരാറുണ്ട് എന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിന് പുറകെ ആ മൊഴി അന്ന് ജയസൂര്യ നൽകിയ മൊഴി വിശദമായി പഠിച്ച ശേഷമാണ് വീണ്ടും ജയസൂര്യ ചോദ്യം ചെയ്യുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ പറ്റി അറിയുമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ജയസൂര്യയോട് ഇഡി ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. ഈ കമ്പനിയുടെ ഫ്രാഞ്ചൈസി എടുത്ത പല ആളുകളും പിന്നീട് പരാതിയുമായി മുന്നോട്ട് വരികയായിരുന്നു. അവർക്ക് ലാഭവിഹിതം ലഭിച്ചില്ല എന്നടക്കമുള്ള പരാതികളുമായി മുന്നോട്ട് വരികയായിരുന്നു. ഇന്ന് രാവിലെ 11 മണി മുതലാണ് ജയസൂര്യയെ ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.